മുസ്ലിം സമുദായം ആരുടെയെങ്കിലും പ്രചാരണത്തിന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ടുന്ന കേവലം പച്ചപ്പാവങ്ങളല്ല. ഈ രാജ്യത്തിന്റെ വിമോചനത്തിനു വേണ്ടി വീരുമാറ് കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സമുദായം ഏതെങ്കിലും സംഘപരിവാറിന്റെയും ഏതാനും ഫാസിസ്റ്റുകളുടെയും പ്രചാരണത്തിന്റെ മുമ്പിൽ അപകർഷാബോധത്തോടുകൂടി അരക്ഷിതാവസ്ഥയിൽ ജീവിക്കേണ്ടുന്ന ഗതികേട് ഈ സമുദായത്തിനില്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറുമാണ്. ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി പടവാളേന്തിയ സമൂഹമാണ്. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന് ഉന്നതമായ സംഭാവനകൾ നടത്തിയ സമുദായമാണ്. ഈ രാജ്യത്തിന്റെ സാമൂഹ്യ വളർച്ചയിൽ, ഈ സംസ്ഥാനത്തിന്റെ നിർമ്മിതിയിലും അതിന്റെ വളർച്ചയിലും ഉന്നതമായ പങ്കുവഹിച്ചൊരു സമുദായം. ആ സമുദായം മുഴുവനും അവിടെ നിന്ന് അടർത്തിയെടുത്ത് അപരവൽക്കരിച്ച് അവരെ ഈ ഒരു ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി കൊണ്ടുപോകാൻ ആര് ശ്രമിച്ചാലും താൽക്കാലികമായിട്ടത് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞാലും പിന്നീട് സാധ്യമല്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്തെ മതേതര ഫോഴ്സുകൾ, മതേതര ശക്തികൾ, ആക്ടിവിസ്റ്റുകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, ഇവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ന്യൂനപക്ഷ സമൂഹത്തിന് സാധിക്കും. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു ന്യൂനപക്ഷ സമൂഹം എന്തൊക്കെ പ്രതിസന്ധികളിൽ പെട്ടിട്ടുണ്ടോ അന്ന് ആ പ്രതിസന്ധികളെ നേരിട്ടത് മുസ്ലിം സമൂഹം ഒറ്റക്കല്ല. വിവേകപൂർവം അവർ കാര്യങ്ങൾ കാണുകയും നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, അതേപോലെ തന്നെ മതേതരവാദികൾ അവരൊക്കെ ഒന്നായി ചേർന്നുകൊണ്ടാണ് ബാബരി മസ്ജിദിന്റെ മാരകമായ പതനത്തിന്റെ സാഹചര്യത്തെ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചത്. ഗുജറാത്തിൽ നടന്ന അറുകൊലയെ നേരിട്ടത് ഈ ഒരു കൂട്ടായ്മയോടുകൂടിയാണ്. ഇപ്പോൾ സംജാതമായ സാഹചര്യത്തെയും അങ്ങനെ തന്നെ നേരിടാനാണ് ഈ ന്യൂനപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ എന്തൊക്കെ കോലാഹലമാണ്. സൂഫിയ മഅ്ദനിയുടെ പേരിൽ കളമശ്ശേരി ബസ് കത്തിക്കൽ, ഞാൻ മനസ്സിലാക്കുന്ന അത്രയധികം സാധു പരിപാടി അടുത്ത കാലത്തൊന്നും ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടില്ല. ബസ് നിർത്തുക, ആളെ ഇറക്കുക, എന്നിട്ടൊരു ദൂരത്ത് കൊണ്ടുപോവുക, അതിന്റെ പുക പോലും മറ്റൊരാൾ ശ്വസിക്കാൻ ഇടവരാത്ത വിധത്തിൽ അത് കത്തിക്കുക. സംഭവം ശരിയാണെന്നും ഞാൻ പറയുന്നില്ല, തെറ്റ് തന്നെയാണ്. ആര് ചെയ്താലും അതിവിടെ വലിയ വിഷയമാണ്. നമ്മുടെ ചാനലുകളിലൊക്കെ അതിങ്ങനെ നൃത്തം ചവിട്ടുന്ന വാർത്തകളാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോ ഡൽഹിയിലും ബോംബെയിലുമുള്ള സിഖുകാരെ ആയിരക്കണക്കിന് സിഖുകാരെ അരിഞ്ഞു വീഴ്ത്തിയപ്പോ കോൺഗ്രസ്സുകാരൻ പറഞ്ഞെന്താന്ന്, വലിയ മരം പോകുമ്പോ ചെറിയ മരങ്ങളൊക്കെ അതിന്റെ ഇടയിൽപ്പെട്ടു പോകും. ആ കോൺഗ്രസ്സുകാരനാണ് കേരളത്തിലെ ചാനലുകളിൽ നിന്ന് സംസാരിക്കുന്നത്. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ പ്രതീകമാണ് സൂഫിയ എന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് ഒരു സാമാന്യ നീതിയെങ്കിലും വേണ്ടേ? സൂഫിയ മഅ്ദനി ബസ് കത്തിക്കാൻ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തതിന് കേസെടുത്തോ, കോടതിയിൽ വെച്ച് വാദം നടക്കട്ടെ, ശരിയാണെങ്കിൽ ശിക്ഷിക്കട്ടെ, എന്താ കുഴപ്പം? അതേ അവസരത്തിൽ തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളായും അതേപോലെ തന്നെ മഹാഭാഗ്യത്തിന് അടുത്ത ആഴ്ച നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതും നസീറും സൂഫിയൊക്കെ ആവും. അങ്ങനെയാണ് സ്വഭാവം. ആരാണ് തടിയന്റെ ഒരു നസീർ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ലഷ്കർ-ഇ തൊയ്യബയെ കുറിച്ച് ഒരു വലിയ സാധനം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ഇദ്ദേഹമാണെങ്കിൽ അതിന്റെ കഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ ദക്ഷിണേന്ത്യൻ നേതാവാണ് അദ്ദേഹം. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പടച്ചുവിട്ട് സംഭവങ്ങളെ വല്ലാതെ വ്യാഖ്യാനിച്ച്, എന്നിട്ട് എന്താണ് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ചില സന്ദർഭത്തിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ കാണുന്നില്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ല, യൂസുഫ് എന്ന മണിയെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അദ്ദേഹം മൊഴി കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് മഫ്തിയിലുള്ള പോലീസുകാരൻ തട്ടിത്തട്ടിയിട്ട് അദ്ദേഹം പുറത്തിടുക, എന്നിട്ട് പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി 2-3 മണിക്കൂർ ഇട്ടിട്ട് അദ്ദേഹത്തെ എന്താ ചെയ്തത് എന്ന് പത്രസമ്മേളനം നടത്തും. അദ്ദേഹത്തിന്റെ കൈവിരൽ കണ്ടാൽ മതി, മുഖം കണ്ടാൽ മതി. എന്നിട്ട് ആക്രമിച്ച് കാര്യം പറയിപ്പിച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പത്രക്കാരൻ ചോദിച്ചു, അല്ല ഈ 3 മണിക്കൂർ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചോ, നിന്നാരും അടിച്ചോ എന്ന് ചോദിച്ചോ? പത്രക്കാരന്റെ ചോദ്യമാണ്. സൂഫിയ തന്നെയാണോ അത് പറഞ്ഞത്?
സൂഫിയത്ത് എപ്പോഴും പറഞ്ഞത് ചാനലുകാരന്റെ ചോദ്യമാണ്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ പ്രവർത്തകർ ചോദിച്ചോ ഇതെന്ത് അന്യായമാണ്, ലോകത്തിങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ? കോടതിയിൽ പോയിട്ട് കോടതിയുടെ മുമ്പിൽ പോയിട്ട് ഒരു മൊഴി കൊടുത്തിട്ട് അതേ ആള് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് അത്